ഞാൻ കഴിയുന്നതും മുക്കിപ്പൊരിക്കുന്ന കുറവല്ല മാളു. അമ്മായി ഇത് എവിടെയെങ്കിലും കണ്ട പോലെ ഉണ്ടോ? പാലട ചിക്കൻ. അല്ല, സാധാരണ അമ്മായിയുടെ വിളിയാണ് കേക്കറിഞ്ഞ. രാവിലെ ഞാൻ നിന്റെ അടക്കം കൂടിയല്ലേ പോയാ, ഞാൻ പിന്നെ നിന്നെ വിളിക്കണേ? ഞാൻ വിളിക്കൂല. അത് ഞാൻ അമ്മായിയുടെ വിളിയായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് നിന്നത്. ഞാൻ പറഞ്ഞില്ലേ മാളു വഴക്കുറഞ്ഞത്. ഞാൻ എന്തിനാ അമ്മായിനെ വഴക്കുറഞ്ഞേ? നീ കേട്ടില്ലല്ല എന്നെ കൊറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു. അതോ അമ്മായിക്കല്ലേ നടക്കാൻ ഇഷ്ടം, അപ്പൊ പിന്നെ അമ്മായി നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാനായിട്ട് എന്തിനാ നടത്തമില്ലാണ്ടാക്കുന്നത്? ഇല്ലേ, എല്ല് വേണ്ടായിരുന്നു. അത് പിന്നെ പറയണ്ടായിരുന്ന നമുക്കറിയോ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? വെട്ടിക്കളയണ്ട. അപ്പൊ ഇന്ന് വേറെ രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നടക്കൂല കേട്ടോ മാളു. നമ്മളെ കുറ്റമല്ലല്ലോ. ഞാൻ പറയാത്തത് എന്റെ കുറ്റമല്ലേ? അതന്നെ, അത് സമ്മതിച്ചാ മതി അല്ലേ മാളു? എന്തോ രാവിലെ ഉടക്കാനുള്ള മൂടാന്ന് തോന്നണം കേട്ടോ അമ്മായിക്ക്. അമ്മായിക്ക് ഇപ്പൊ എന്റെ അടുത്ത് ഉടക്കണോ? ഉടക്കണം. ആ പറ, കേക്കാം. എനിക്ക് എങ്ങനെ പിടിച്ച് 2 തരാനൊക്കെയാണ്. എങ്ങനെയാ ഞാൻ അടിക്കും? എന്നാ തമ്പുരാട്ടി അങ്ങോട്ട് ഒന്ന് മാറി നിൽക്കാവോ? മാറിത്തരാ. ഇനി ഇതെനിക്ക് ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്തായാലും എല്ല് കളയൂല. കളയണ്ട, ഒന്നും കളയണ്ട. ഇപ്പൊ കഴുകി എടുക്ക, അത്രേ ഉള്ളൂ. അത് മതി. അപ്പൊ മാളു, നീ ഒരു കാര്യം ചെയ്, വെളുത്തുള്ളിയും സവാളയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ? അപ്പോ അമ്മായിക്ക് റെസ്റ്റ്. അവൻ ഞാൻ പോയി കിടക്കട്ടെ. ധൈര്യമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ശരി, സൂപ്പർ സൂപ്പർ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്? ഐസ്ക്രീം മുക്കി വെച്ചേക്കണ നീ? പിസ്ത പൊടിച്ച് ക്രീമിൽ മുക്കി വെച്ചേക്കണം. ചോക്ലേറ്റ് ആയത്? ചോക്ലേറ്റ് അല്ല, ബിസ്ക്കറ്റ്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ഇത് കഴിച്ചപ്പോ വെള്ളം കുടിക്കാൻ തോന്നുന്നു. വെള്ളം കുടിച്ചിട്ട് വരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്തോ ചിക്കൻ. നീ ഇങ്ങനെ എന്തോ വല്ലപ്പോഴും ഞാൻ ഉദ്ദേശിച്ച സാധനം നിങ്ങൾ വാങ്ങിച്ചിട്ട് വന്നേ, അതുകൊണ്ട്. അതെ. മതി കുരുമുളക് പൊടി. എത്ര?
മുക്കാ ഭാഗം മതി മതി. ഉപ്പ് ഓക്കെ ഉപ്പ് ഉപ്പ് എൻ്റെ പൊന്നു മോള് കൈ കൊണ്ടിട്. അത്ര വേണ്ട. ബട്ടറിന് ഉപ്പുണ്ട്, ചീസിന് ഉപ്പുണ്ട്. അപ്പം അത്ര മതി. ഇളക്ക് ഒന്ന് ഉപ്പുണ്ടാന്ന് നോക്ക്. കുറച്ചുകൂടെ ഉപ്പ് ഇടും. നുള്ള്. വരട്ടിക്കോ. തീർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്നേന്ന് പറഞ്ഞിട്ട് മിക്സ് ചെയ്ത് എല്ലാത്തിലോട്ടാക്കും. ഇതിൽ നിർത്തുവാണ് അതിൽ നിന്ന് തന്നെ. ഈ സോയാ സോസ് ഒഴിച്ച് നീ കുഴയ്ക്കോ ഞാൻ കുഴക്കണോ? ഇതിലോ? നീ കുഴച്ചോളൂ. കൈ പിടി, ഇങ്ങനെ പിടി. ഇതിന്റെ സോസിന് പ്രത്യേകം എന്താ? സോയ സോസിന് പ്രത്യേകത ഒന്നുമില്ല, എല്ലാവർക്കും ആവണമെന്ന് മാത്രം. വെതറി ഒഴുക്കി ചിക്കൻ ഒന്നുകൂടെ പരത്ത്. താഴത്തേക്ക് മേളിലോട്ടാക്ക്. അങ്ങനെയല്ല പെണ്ണെ, താടിയത്തേക്ക് മേളിലോട്ടാക്കാൻ. ഇങ്ങനെ ഒരു വയസ്സായ തള്ള ഇവിടെ ഉണ്ടെന്നുള്ള വല്ല ഓർമ്മയുണ്ടാ? ഇയാളല്ലേ പറഞ്ഞത് ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പൊ ഉറങ്ങുന്ന ആളെ ശല്യം ചെയ്യാൻ നിന്നില്ല. ഉറങ്ങാൻ പറഞ്ഞിട്ടല്ലേ? എല്ലാം ആയോ മക്കളെ? ഒന്നും ആയിട്ടില്ല. ഇന്നെങ്ങനെ കൈ കാണിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, അവളങ്ങനെ വഴക്ക് പറയാതെ. ഒരു കൊച്ചുകുട്ടിയല്ലേ? മണിക്കൂർ 1 ആയി. സമാധാനത്തിൽ പറഞ്ഞു, മെല്ലെ പറഞ്ഞു. എന്റെ അമ്മായി ഞാൻ പറഞ്ഞു താഴത്തേക്ക് മേളിൽ കൊണ്ടിടുക, എന്നാലേ അത് മിക്സ് ചെയ്യാൻ എളുപ്പമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞവളോട്. ഞാനിത് ഇനി വേണോ? പരട്ടുമാളോ നന്നായിട്ട് എല്ലായിടത്തും ആയിട്ടില്ല. താഴെയും കിടപ്പുണ്ട്. അതാ പറഞ്ഞ എല്ലായിടത്തും ആയിട്ടില്ല. എന്നാ പിന്നെ എന്നെ വിളിച്ചൂടായിരുന്നു, അപ്പോഴേ ഞാൻ ചെയ്യായിരുന്നല്ലോ. ഇയാൾ ഉറങ്ങാൻ പോണെന്നും പറഞ്ഞ് പോയ ആളാണോ? ഉറങ്ങുന്നവരെ ശല്യം ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? ഇനി ഞാൻ എപ്പോ ഉറങ്ങിയാലും എന്നെ വിളിക്കരുത്. ഞാൻ വിളിക്കാറില്ലല്ലോ. ഉറങ്ങുന്നവരെ ആരെയും വിളിക്കില്ല. കാരണം ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ വിളിക്കണ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാത്തത്. ഞാൻ കഴിയണതും മുക്കിപ്പൊരിക്കുന്ന കുറവല്ല മാളും. മുക്കിപ്പൊരിക്കൽ കുറവാ എനിക്ക്. പിന്നെ അപൂർവങ്ങളിൽ വല്ലതും ചെയ്താലായി. ഓയിലി ഫുഡ് കുറവാ. ഓയിലി കുറവാ, പക്ഷെ സ്പൈസി കൂടുതലാ. ഇട്ടോ ആദ്യം എല്ലിന്റെ ഭാഗം ആയിട്ടോ ഒരു സൈഡിലേക്ക് നീക്കിത്. കൈ പൊള്ളിക്കരുതേ. ഓക്കെ, 2 മതി. 2 വെച്ച് വറക്കാം. കൈ കേട്ടോ. അപ്പൊ ഇതിനെ കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുമോളാ? മതി. കൈ കഴുകണ്ട, അടുത്തത് നീ തന്നെയല്ലേ ഇടാൻ പോണേ. എന്തിനാ വെറുതെ ഇനി എൻ്റെ കയ്യിലാക്കണേ? ഇതാവട്ടെ, അവിടെ നിൽക്ക്. മോളെ, ഇതെടുത്ത് വെക്കാൻ പാത്രം വേണ്ടേ? ഉറപ്പായിട്ടും ഞാൻ എടുത്തിട്ട് കേട്ടാ. പിന്നെ
ഇല്ലങ്ങില്ലേ ഇങ്ങനെ വെക്ക്. അടുത്ത് കേട്ടോ. ഇത് വേണ്ടേ വേണ്ടേ അതാ ഞാൻ പറഞ്ഞ എല്ലായിടത്തും ആയിട്ടില്ലാന്ന്. മനസ്സിലായോ? പറഞ്ഞ അനുസരണ വേണം. ഞാൻ ആദ്യം ഇങ്ങനെയാണ് ചെയ്തത്. മുളകല്ല അമ്മ, ഇത് കുരുമുളകാ. അത് ഒരു മുളകാണല്ലോ. അമ്മായി അല്ല 5-4 എന്തിന് അല്ലമ്മ, ഇത് കഫത്തിന് നല്ലതാ അമ്മായി. തന്നെ? ആ ഈ പേരക്കയില് കുരുമുളക് കൂടിയിട്ട് കഴിച്ചാൽ എന്നാ പിന്നെ നല്ലതാ. നോക്കാം. ടേസ്റ്റിന് വേണ്ടി ഉപ്പും കൂടി ഇട്ടെന്നേ ഉള്ളൂ. കുരുമുളക് മാത്രം ഇട്ട് കഴിക്കണ നല്ലതാ. ആ ഓക്കെ. ഇതാ കണ്ടല്ലോ. അയ്യോ, എന്നാ പിന്നെ തേക്കാതിരിക്കായിരുന്നു നല്ല. അടിപൊളിയല്ലേ? ഉപ്പും കൂടി ഇട്ടപ്പോൾ കൊള്ളാം. കുരുമുളക് മാത്രം ഇട്ടെന്ന് കഴിച്ചില്ലല്ലോ. പിന്നെന്താ അങ്ങനെ പറയണേ? ഉപ്പും കൂടി ഇട്ടപ്പോ കൊള്ളാന്ന്. പേരയ്ക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. ഇത് പുറത്തുനിന്ന് തന്നെ പേരക്കല്ലേ നമ്മൾ. ഇത് വളമിട്ട് വലുതാക്കണം. നമ്മുടെ വീട്ടിലുണ്ടാവണ പോലത്തെ പേരക്കൊന്നുമല്ല. ഈ കപ്പലല്ലേ നിഷി ചേച്ചി വന്നപ്പോ വന്നത്? അല്ല അല്ല ഇന്നല്ലേ? ഓരോ കപ്പിലും ഓരോ പേരുന്നുണ്ട്. ശ്രീമാണ് വിഴിഞ്ഞത്തുനിന്ന് പൂവാർ റേറ്റ് വരുന്നത്. എന്താ എന്താ വിഴിഞ്ഞത്തുനിന്ന് കപ്പല് വിഴിഞ്ഞത്തുനിന്ന് പൂവാർ റേറ്റ് തിരിച്ചു വന്നത്. അടിയിലുണ്ട്. അതില് അതല്ലേ ഞാൻ തുടങ്ങണേ. ഇപ്പിടണ്ട കേട്ടാ, ഒന്ന് ആയിക്കോട്ടെ. അത് സവാള ഇട്ടോ അമ്മായി? മാളു ആ ചിക്കൻ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു നോക്കിയേ. ഉപ്പുണ്ടോ? ഉപ്പുണ്ടോന്ന് ഉണ്ടാ മാളു നോക്കിയേ? നോക്ക്. വിശ്വാസമില്ല. അമ്മായി ഒരിക്കലും വിശ്വസിക്കില്ല. ഞാൻ അത് നോക്കിയിട്ട് പോലും ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞു. ആ അതാ പറഞ്ഞേ. ഉണ്ട്. ആ ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാലും ഞാൻ സവാളയ്ക്ക് ഇടണ്ടേ, ക്രീമിനിടണ്ടേ? അല്ല ചിക്കനിൽ നല്ലപോലെ ഉണ്ട്. നല്ലപോലെ ഉണ്ടെന്ന് കുറച്ചിട്. BP ഒന്നും വരണ്ട. കത്തണ്ടല്ലോ. മുളകിന്റെ ടേസ്റ്റ് ഇറച്ചി നിൽക്കുന്നു. തീ ഇരിക്കട്ടെ അമ്മായി. പുക എത്രയും ലക്ഷ്മി ഒന്നായിരുന്നു. എന്താമ്മായി പുക? പുക ഉണ്ടായിരുന്നതേ ഭയങ്കരമായിട്ടും പുകയായിരുന്നത് ലക്ഷ്മി ഒന്നതിൻ്റെ അന്നായിരുന്നു. ശരിയാ. ആ അന്ന് കണ്ണു തുറക്കാൻ പറ്റാത്ത അത്രയും പുകയായിരുന്നു. നീ ഇല്ലായിരുന്നു. ലക്ഷ്മി ഭയങ്കര തീ ഇങ്ങനെ കത്താതെ കാറ്റിൽ ഇങ്ങനെ പുകഞ്ഞോണ്ടേ ഇരുന്ന് ഇവിടെ നിൽക്കാൻ വയ്യ. മാളു ആ ഫ്രഷ് ക്രീം ഒന്ന് എടുത്തോണ്ട് വരുമോ? അമ്മായി ചിക്കൻ്റെ അടിയിൽ നിന്ന് ഇത്തിരി വെള്ളം ഒഴിച്ചെന്നാ. അത് ഒഴിച്ചേക്ക. ഇന്നത്തേക്ക് ഒഴിക്കും. കുറച്ച് മതിയല്ല? മതിയാ? കുറച്ചുകൂടെ മതിയാ? ചിക്കൻ മുങ്ങി കിടക്കണം അത്ര തന്നെ. അവിടെ വെച്ചോടാ, അവിടെ വെച്ചോ. ഇനി വേണോ? ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ചോ. മതി മതി മതി. ചിക്കൻ എന്തായിരുന്നല്ലോ അല്ലേ മാളു? ഉള്ളു
പിച്ച് തരണോ നോക്കാൻ തരണോ അതിനെന്താ കട്ട് പീസായിട്ട് ഇരിക്കുന്നു. ആ ഫ്രഷ് ക്രീം ഒഴിച്ചോ അമ്മായി? ഒഴിക്കട്ടാ? ഒഴിച്ചു. അടിച്ചെടുത്തു. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടാ? വെള്ളം ഒഴിച്ചു, വെള്ളം ഒഴിച്ചു. ഹായ് അമ്മായി, ഓ ഇത് എവിടെയെങ്കിലും കണ്ട പോലെ ഉണ്ടാ? പാലട പാലട, പാലട ചിക്കൻ. ഇപ്പൊ നിനക്ക് വെള്ള ആയില്ലെന്നല്ലേ പരാതി? പായല്ല, ഇത് ഇടുമ്പോ വെള്ള പോവൂലേ? എന്നാലും കുറച്ച് കാണും. കറക്റ്റ് പാലട പൈസ തന്നെ. അതന്നെ ഞാനും ആലോചിക്കണേ. കുറച്ചെടുക്കട്ടെ നിനക്ക്? പാലട കുടിക്കാൻ എടുക്കട്ടെ മാളു? വേണ്ട വേണ്ട, എന്നാ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് ഇത് കൊണ്ടുത്താ. മല്ലിച്ചീര, ചീസ്, പിന്നെന്താ? അടപ്പ് വേണ്ടേ? കത്തി വേണ്ടേ? കത്തി വേണം. ചീസ് എടുക്കാൻ കത്തി ഇല്ലെങ്കിൽ പണിയാ. എന്താ എല്ലാം നീ എടുത്തണോ? ഞാൻ വെച്ചാൽ നിനക്ക് 2 ട്രിപ്പിൽ നിന്നെ പറഞ്ഞു ഇനി വിടാം. എന്താ ഇതിരിക്കല്ലേ ഇവിടെ? ഏതിരിക്കുന്നു? മല്ലിച്ചീര ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഓടുന്നോട്ടെ. ഇപ്പം എന്താ? ചീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അടപ്പ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അമ്മയുടെ പരാതി തീർന്നല്ലോ, വെള്ളക്കറി വെള്ളക്കറി എന്നുള്ള തീർന്നല്ലോ. പക്ഷെ എന്തായാലും ഇതിൽ എരിവില്ല. ആ ഒരു സമാധാനം അമ്മായിക്കുണ്ട്. അതായത് ഇപ്പൊ പോകും ആള് പിടിച്ച. ഞാൻ കൈ കഴുകിയിട്ടെ. ഇത് മുക്കിയിടണോ? മുക്കണ്ട, മുക്കണ്ടമ്മായി. പിന്നെ അടിയിൽ കിടക്കണത് മുങ്ങിയില്ലേ? ഒരു രസത്തിനിരി. എന്താ 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 എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. നിന്റെ തല നിറയെ ബുദ്ധിയാണ്. ആ ബുദ്ധിയാണ് ഈ കിടന്ന് തിളക്കിനെ. ബാളു എന്നെ ഇന്ന് ഇത്രയും പരിഹസിക്കുന്നത്, ഞാൻ ഇന്ന് പറഞ്ഞില്ലേ ഞാൻ ഇന്ന് വെക്കാൻ പോണ എന്തോ കറിയാണെന്ന്. അതിന്റെ പരിഹാസമായി കേൾക്കുന്ന മൊത്തം. എന്തോ കറി എപ്പോഴോ വച്ചു. ആ എന്തോ കറി എന്ന് പറഞ്ഞ ഡയലോഗ് ആൾക്ക് പിടിച്ചില്ല. അതിനെന്നെ പരിഹസിക്കുന്നു. അതെ അതെ, പരിഹസിച്ചോ? ഇപ്പൊ മനസ്സിലായല്ലേ? എനിക്കെല്ലാം പിടികിട്ടി അമ്മായി. ആണോ? അതെനിക്കറിയാം, തല നിറയെ ബുദ്ധിയല്ലയോ. അതും വൈ കുഴപ്പമില്ലല്ലോ, ഒരുമിച്ച് വെച്ചാ. നിനക്ക് കുഴപ്പമുണ്ടോ? ബാക്കിയുള്ളതൊക്കെയോ? ബാക്കിയുള്ളത് അടിയിലിരിക്കും. ഇത് ഫ്ലേവർ ഇപ്പോൾ ഉരുക്കി അങ്ങ് ഇറങ്ങും. ഉരുക്കി അങ്ങ് ഇറങ്ങും. അടിപൊളി സെറ്റല്ലേ? അപ്പം നിങ്ങൾ പോയി ടേബിൾ സെറ്റ് ചെയ്തോ, ഞാൻ ഇത് അറേഞ്ച് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ ശരി, ഞങ്ങള് പോവാം. ഇതെടുത്തോണ്ട് പോട്ടാ? അത് കൊണ്ടോണം. വേറൊന്നുമില്ലല്ലോ. വേറൊന്നും അമ്മായി. ഏതാ മോള് വേണ്ടേ? ചീസ് നിറയുള്ളത്. ചീസ് നിറയുള്ളത് ഏതാ പറ? അറിയില്ല. ഇത് മതി. അതറിയാം. അപ്പൊ ചികൾക്കിടാൻ എളുപ്പമല്ലോ. അമ്മായിക്ക് ചീസ് ഇതിലില്ല. ഇതില്ല അല്ലേ? ഇതിലില്ല. ഗ്രേവിയും കൂടി. അത് വലുത്. എല്ലാം വലുത് അമ്മായി. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിടിച്ച മാളു. ഞാനും ആളും ഇവിടെ ചീസ് ഉള്ളത് നോക്കിയെടുക്കണം, അമ്മായി ഇല്ലാത്ത നോക്കിയെടുക്കണം. പാലട, ഗ്രേവി പാലട. പാലട അല്ല, ചക്കര പായസായി.
എല്ലാം പാകത്തിന്, എനിക്ക് പാകത്തിന്. സൂപ്പർ. അയ്യോടാ എൻ്റെ ചീസ് ഇങ്ങനെ പോകുന്നു. ഞാൻ പോകുന്നു. പക്ഷെ അമ്മായിക്ക് എടുത്തുകൊടുത്ത പീസായിരുന്നു കറക്റ്റ്. എന്തേ ചീസ് ഇഷ്ടപ്പെട്ടോ? മല്ലിച്ചീര അമ്മായിക്ക് ഒന്നും കിട്ടിയില്ലല്ലേ? വേണോ? മല്ലിച്ചീരയുടെ ഫ്ലേവർ എന്തൊരു ടേസ്റ്റാ. ഇത് അമ്മായിക്ക് എന്താ അത് ഇഷ്ടപ്പെടാത്തതെന്നാണ്.